ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള എൻ്റെ സഹോദരങ്ങളെ, കുരിശിന്റെ വഴിയിലെ ക്ലൈമാക്സ് ആണ് 12ാം സ്ഥലം. 3 മണിക്കൂർ ഘോര പീഡകൾക്ക് ശേഷം ഈശോ കുരിശിൽ മരിക്കുന്നു. കരുണയുടെ മുഖം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, കാൽവരിയിൽ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ കരുണയുടെ മുഖമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്കറിയാം, മോറിയ മലയിലേക്കുള്ള യാത്രാമധ്യേ ഇസഹാക്ക് അപ്പനോട് ചോദിക്കുന്ന ചങ്കു പിളർക്കുന്നൊരു ചോദ്യമുണ്ട്. കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, ബലിമൃഗം എവിടെ? അബ്രഹാം ഒരുപക്ഷെ സ്വർഗത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞൊരു മറുപടിയുണ്ട്, തക്ക സമയത്ത് ദൈവം നമുക്ക് ബലിമൃഗത്തെ തരും. ഈശോ തന്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ സ്നാപക യോഹന്നാന്റെ സുവിശേഷം 1:29 പറയുന്നു, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തക്ക സമയത്ത് പിതാവായ ദൈവം തന്റെ പുത്രനെ നമുക്ക് നൽകി, പെസഹ കുഞ്ഞാടായിട്ട്. തന്നിൽ വിശ്വസിക്കുന്ന ഒറ്റ മനുഷ്യനും നശിച്ചു പോകാതിരിക്കാൻ തന്റെ ഏകജാതനെ ബലിയായി നൽകുവാൻ തക്കവിധം അത്രയ്ക്കധികമായിട്ട് പിതാവ് ലോകത്തെ സ്നേഹിച്ചു. സ്നേഹമുള്ളവരെ, ഈശോയുടെ മരണം ഒരു ശാപമല്ല, ഈശോയുടെ മരണം ഒരു പരാജയമല്ല. ഈശോയുടെ അന്ത്യം അവസാനമല്ല, അത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മഹത്വപൂർണമായിട്ടുള്ള സങ്കീർത്തനമാണ്. ഈശോ മരിക്കുമ്പോൾ ആകാശമേഘങ്ങൾ ഇടിമുഴങ്ങി, ജെറുസലേം ദേവാലയത്തിന്റെ വിരി 2ആയി പിളർന്നു, ഭൂകമ്പങ്ങളുണ്ടായി. ഒരുപക്ഷെ ദൈവം ഈ ലോകത്തിൽ നടത്തിയ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമാണ് കാൽവരിയിലെ മരണം. കാൽവരി നമുക്ക് പ്രത്യാശയ്ക്ക് കാരണമാകട്ടെ. അവനെ നോക്കുന്ന ആരും നശിച്ചു പോകുകയില്ല. അവനെ നോക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അവന്റെ നാമമല്ലാതെ മറ്റൊരു നാമം രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ടിട്ടില്ല.